എടോ രാമ, അവിടെ നിൽക്കുക. എന്താണോ തന്നോട് ഞാൻ പലതവണ പറഞ്ഞ താനിമണിക്ക് പോകണ്ടെന്ന്. ഞാനന്ന് അമേരിക്കയിൽ പോയപ്പോഴേ തന്റെ മൂത്ത മകനെ കണ്ടു. കൂടാതെ ചെറുമകളുണ്ട്. മുത്തച്ഛനെ മുത്തച്ഛിയെ നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്ന് ആ കുട്ടിയോട് ചോദിച്ചു. ആദ്യം ഞാനൊന്ന് പരിമി, പിന്നീടല്ലേ മനസ്സിലായത് വേറെ മംഗലത്ത് മാധവമേനോന്റെ മകളാണെന്ന്. അതെ, താൻ വിളിച്ചാലാവും വരും ഉറപ്പാ. എന്നാ പിന്നെ ഞാനങ്ങോട്ട് ഞാൻ പോവാന്ന്. താങ്ക് യു. അയ്യോ 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 മറിയം റഷീദേ, പിശാച് മാറിയേ. വല്ലാതെ കളിക്കല്ലേ, വല്ലാതെ കളിച്ചാൽ നിന്നെയും ക്ലിപ്പിടും. അതെ, ഒമ്പം കുമ്പതാന്തി സംഭവാമി ഗുഹേ ഗുഹേ. യു ബ്ലഡി പ്ലാസ്റ്റിക് ബട്ടൺസ്. This is a Transport Corporation. I can understand the understanding. This ball got the palace to all I could stand. ഇവരോട് സംസാരിച്ച് നിൽക്കാൻ മുതലാളിക്ക് ലജ്ഞയില്ലേ? ഗൗരിക്കുഞ്ഞൊന്ന് ആലോചിച്ച് നോക്കിക്ക്. അവൻ തന്നിൽ ഇവൻ, ഇവൻ തന്നിൽ അവൻ. തോമാച്ചാന്റെ തുണി പറച്ചടി ഒന്ന് കാണേണ്ടതായിരുന്നു. ആഹഹ അഹഹ. ഇതിന് തോമാച്ചൻ ഒരു മുട്ടനാടിന്റെ ചോര കുടിച്ചാ പോരാ. മുതലാളി സത്യസന്ധിയുടെ മുഖം കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇങ്ങോട്ട് നോക്കൂ. ഏത് പട്ടിയാടാ കൊരച്ചത്? അറിയാമോ, ഞാനിപ്പോ വരുന്നത് കുഴീന. എന്തൊരു തണുപ്പ. വേഗം ചെന്നില്ലെങ്കിൽ ആരെങ്കിലും എന്റെ കുളിക്കകത്ത് കയറി കിടക്കും. വരട്ടോ, പോവാ. പുല്ല് മണ്ണാങ്കാട്ട. ചർക്കയിൽ നിന്ന് നൂറ്റെടുത്ത കതർ കൊണ്ട് നാണം മറയ്ക്കുന്ന ദരിദ്രവാസി കുപ്പായക്കാരനെ പുറംകാലുകൊണ്ട് ചവിട്ടി താഴ്ത്തി പകരം നിന്നെ പോലുള്ള എംപോക്കിൽ കിടത്തമ്മാനമാടാൻ കോടികൾ പ്രസവിക്കുന്ന ഡൽഹി ഉണ്ടല്ലോ. ഹൈടെക്കും ബ്ലൂ ചിപ്പും കമ്പ്യൂട്ടറും കൊണ്ട് കൗബീനം ധരിക്കുന്ന നിന്റെയൊക്കെ പുതിയ ഡൽഹി. ഈ ഭാരചന്ദ്രൻ ഒന്ന് പിടി മുറിക്കാ പിന്നെ ആ ഡൽഹിക്കും ആവില്ല നിന്നെ രക്ഷപ്പെടുത്താൻ. യെസ്, ദിസ് ഈസ് മൈ ലാസ്റ്റ് വാർണിംഗ്. ഐ ജസ്റ്റ് ഡോണ്ട് ഗിവ് a shit. എന്തൊക്കെയായാലും പ്രശ്നമില്ല അല്ലേ? എന്തൊക്കെ സംഭവിച്ചാലും ഒരു പ്രശ്നമില്ല. എന്റെ ബീനാക്ഷിക്കുട്ടി, നീ ഒരു കള്ളിയാണ്. നിനക്കെന്നെ മനസ്സിലായോ? ഞാൻ നീലകണ്ഠൻ, മംഗലശ്ശേരി തറവാട്ടിലെ നീലകണ്ഠൻ. കൊന്നും കൊടുത്ത് മറപ്പ് മാറിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നതൊക്കെ നിർത്തി. ആരെയും പേടിച്ചിട്ടതുമല്ല. കളിച്ചാ കളിക്കുന്നവരുടെ കഴുത്തേ പറ്റും. പക്ഷെ നീ കള്ളിയാണ്. അയ്യോ, ഓർമ്മയുണ്ടോ ഈ മുഖം? ഓർമ്മ കാണില്ലേ മാഞ്ഞ്? എടാ, മോഹൻ തോമസിന്റെ ഉച്ചിഷ്ടമീരും കൂട്ടിക്കുഴച്ചൊരു സാമ്പാർ പരുവത്തിലാക്കി 3 നേരം തിന്നണ നിനക്ക് ആ പേര് ചേരുള്ള. എനിക്ക് ആ പേര് ചേരില്ല. I am Bharachandran, Justice Sambardhan. Shitaya! Bow, 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 bow. ദാ ഇനി വില്ലനായി വന്ന്
ഹാസ്യ താരമായി മാറിയ ജനാർദ്ദനന്റെ വീട്ടിലെ പട്ടി കുരയ്ക്കുന്നത് കേൾക്കാം. ബൗ 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 ബൗ. നരേന്ദ്രപ്രസാദിന്റെ വീട്ടിലെ നായക്ക് ഒരു വില്ലൻ സ്വഭാവം ഉണ്ടായിരുന്നു. ബൗ 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 ബൗ. ഇനി പഴയ വില്ലനായ KP വീട്ടിലെ നായയാണെങ്കിലോ? ബൗ 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 ബൗ. നിത്യവസന്തം ശ്രീ പ്രേം നസീർ എന്ന നായ ഉണ്ടായിരുന്നെങ്കിലോ? ബൗ 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 ബൗ. MS തൃപ്പൂണിത്തരന്റെ വീട്ടിൽ നായ കുരയ്ക്കുന്നത് അതിലും വ്യത്യസ്തമാണ്. ബൗ 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 ബൗ. അന്തരിച്ചു പോയ NN പിള്ളയുടെ വീട്ടിലൊരു നായ ഉണ്ടായിരുന്നെങ്കിൽ അത് കുരയ്ക്കുന്നത് ഇപ്രകാരമായിരിക്കും. ഹാസ്യ താരവും നായകനുമായ ജഗദീഷിന്റെ വീട്ടിലുമുണ്ട് ഒരു നായ. സൂപ്പർ താരമായ സുരേഷ് ഗോപിന്റെ വീട്ടിലെ നായയാണെങ്കിലോ? മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ നായ ഒരു മമ്മൂട്ടി സ്റ്റൈൽ തന്നെയാ കുരയ്ക്കുന്നത്. മോഹൻലാലിന്റെ വീട്ടിലെ നായ അതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. എന്നാൽ കുതിരവട്ടം പപ്പുവിന്റെ വീട്ടിലെ നായയോ?